ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. മിനിസ്റ്റർ, താങ്കൾ അവിടെയാണുള്ളത്, ശിരൂരിലാണുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നത്തെ തിരച്ചിൽ എപ്പോഴത്തേക്ക് ആരംഭിക്കുമെന്നാണ് മിനിസ്റ്റർ മനസ്സിലാക്കാൻ സാധിച്ചത്? ഇന്നത്തെ തിരച്ചിൽ രാവിലെ ആരംഭിക്കുമെന്നാണ് എന്നെ അറിയിച്ചിട്ടുള്ളത്. രാവിലെ 10 മണിയോടുകൂടി ജില്ലാ കളക്ടറെ വീണ്ടും കാണുന്നുണ്ട്. അവരുടെ ശ്രദ്ധ വീണ്ടും ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. അടിയൊഴുക്കിന്റെ ശക്തി ഇനിയും കുറയാത്തതാണ് പ്രധാന കാരണമെന്ന നിലയിലാണ് അവർ പറയുന്നത്. ഇന്ന് മാൽപ്പ ഈശ്വറിനെ ഉപയോഗിച്ചുള്ള പരിശോധന നടത്താനാണ് പ്രധാനമായും അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഒരു മുങ്ങൽ വിദഗ്ധനാണ്, പല അനുഭവ സമ്പത്തുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ ശ്രമം, കഴിവ്, പരിചയം ഇന്ന് ഉപയോഗപ്പെടുത്താൻ കഴിയുമോ എന്നുള്ള നിലയിലുള്ള ആലോചനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. മിനിസ്റ്റർ, ഒരു കാര്യം കൂടി, ഞങ്ങളുടെ റിപ്പോർട്ടർ പറയുകയുണ്ടായി, സൈന്യം ഇതിനൊരു വലിയ റിസ്ക് ആണെന്ന് പറയുന്നു. ഈ റിസ്ക് ഏറ്റെടുക്കാൻ അവർ തയ്യാറല്ല. ഈ മാൽപ്പയുടെ സംഘം സ്വന്തം റിസ്കിൽ ഇറങ്ങണമെന്നൊരു സാഹചര്യമാണോ നിലവിലുള്ളത്? അങ്ങനെ തള്ളിക്കളയാൻ നമുക്ക് സാധിക്കുമോ? കാരണം അവരും മനുഷ്യരാണ്, അവരും വളരെ വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട പ്രശ്നമാണ്. പക്ഷേ ജില്ലാ ഭരണകൂടം, ഇതിന്റെ നോഡൽ ഓഫീസറുമായി ജില്ലാ കളക്ടർ അവരുടെ മേലധികാരികളുമായി ബന്ധപ്പെട്ടാണല്ലോ അത്തരം കാര്യങ്ങൾ ചെയ്യുക. തീർച്ചയായും. മിനിസ്റ്റർ, ഒരൊറ്റ കാര്യം കൂടി, ഈ കർണാടകത്തിന്റെ മുകളിൽ കേരളത്തിന്റെ വലിയ സമ്മർദ്ദമുണ്ടല്ലേ? ഈ ഒരു ഘട്ടത്തിൽ തിരച്ചിൽ അവസാനിപ്പിക്കരുത്, നമുക്ക് അർജുനിലേക്ക് എത്തണമെന്ന ഒരു ഉറപ്പ് കേരളം നൽകുന്നുണ്ടല്ലേ കർണാടക സർക്കാരിന് മുകളിൽ? അല്ല, ഞങ്ങളുടെ ആവശ്യം അതാണ് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വീണ്ടും കർണാടക മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ചുള്ള ഒരു അനുകൂലമായ നിലപാട് കർണാടക ഗവൺമെന്റ് സ്വീകരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മിനിസ്റ്റർ, എന്തായാലും അല്പസമയത്തിനകം തന്നെ തിരച്ചിൽ വീണ്ടും പുനരാരംഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? അങ്ങനെയാണ് അറിയാം. ഏതായാലും ഞാനിപ്പം സ്പോട്ടിൽ അങ്ങോട്ട് പോയിട്ടില്ല. ഒരു 10 മണിക്കേ പോകുള്ളൂ. കാരണം അതിനു മുമ്പ് ജില്ലാ കളക്ടറുമായിട്ട് ആശയവിനിമയം നടത്തേണ്ടതുണ്ട്. സ്ഥലം MLA-യുമായും ആശയവിനിമയം നടത്തേണ്ടതായിട്ടുണ്ട്. ശരി, വളരെ നന്ദി മിനിസ്റ്റർ. മന്ത്രി AK ശശീന്ദ്രനാണ് നമ്മൾ പ്രതികരിച്ചത്. താങ്കളെ ഞങ്ങൾ വീണ്ടും ബന്ധപ്പെടാൻ ശ്രമിക്കും. താങ്കൾ ദയവായി ഞങ്ങൾക്കൊപ്പം സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും അദ്ദേഹം 10 മണിയോടുകൂടി സ്പോട്ടിലേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിന് മുൻപ് ജില്ലാ കളക്ടറുമായി അദ്ദേഹത്തിന് സംസാരിക്കണം, നിലവിലൊരു സാഹചര്യം വിലയിരുത്തണമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്നും ഗംഗാവലിയുടെ ആഴങ്ങളിൽ തിരച്ചിൽ തുടരും. വലിയ സമ്മർദ്ദം കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ, നിർണായക ഘട്ടത്തിൽ ഈ തിരച്ചിൽ അവസാനിപ്പിക്കരുതെന്ന് കർണാടക സർക്കാരിന് മേൽ കേരളം, നമ്മുടെ സർക്കാർ സമ്മർദ്ദം ചെലുത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ മന്ത്രിമാരടക്കം, നമ്മുടെ MLA-മാരടക്കം അവിടെ തുടരുന്നത് ഏറെ ആശ്വാസകരമാണ്. അവരുടെ ഒരു ഇടപെടൽ, കൃത്യമായ സമ്മർദ്ദം തന്നെയാണ് ഈ തിരച്ചിൽ 13ാം ദിവസത്തിൽ എത്തി നിൽക്കാൻ കാരണം എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. അത് തന്നെയാണ് മന്ത്രി AK ശശീന്ദ്രൻ നമ്മളോട് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ, വിനേഷ് കുമാർ നൽകുന്ന വിവരം അനുസരിച്ച് സൈന്യം പറയുന്നുണ്ട് വളരെ റിസ്ക് ആണ്. നമ്മൾ അത് സൈന്യം പറയാനുള്ള സാഹചര്യം നമ്മൾ വിലയിരുത്തി കഴിഞ്ഞു. കാരണം അത്രമാത്രം അടിയൊഴുക്കാണ്, വലിയ വെല്ലുവിളിയാണ് ഗംഗാവലി പുഴ ഒരുക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പുഴയിലേക്ക് ഇറങ്ങുന്നത്, തിരച്ചിൽ തുടരുന്നത് വലിയ വെല്ലുവിളി ഉയർത്തുന്ന ഘട്ടത്തിൽ അതിന് മുതിരരുത്, സ്വന്തം റിസ്ക് ആണ് എന്നടക്കം സൈന്യം പറയുന്ന സാഹചര്യം ഉണ്ട് നിലവിൽ. പക്ഷേ അപ്പോൾ പോലും നമുക്ക് മനസ്സിലാക്കാൻ ഇപ്പോൾ സാധിക്കുന്നത്